സോ ഹായ് ഗൈസ്, ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു CBSE റിസൾട്ടിനെ പറ്റി. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ആരും ഇതിനെ പറ്റിയിട്ട് ഒരു ന്യൂസ് ചാനൽ പോലും പറയുന്നില്ല. പക്ഷേ ഇന്ന് 21 മെയ് ഒരു 2 hours 3 hours മുമ്പ് നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP സാർ നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ സാറിന് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ലെറ്ററിനകത്ത് പറയുന്നത് OSMനെ പറ്റിയിട്ടും റീവാലുവേഷൻ്റെ പോർട്ടൽസിനെ പറ്റിയിട്ടും പിന്നെ ഈ റീവാലുവേഷൻ ഫ്രെയിം വർക്ക്സും അതിൻ്റെ ടെക്നിക്കൽ ഗ്ലിച്ചസിനെ പറ്റിയിട്ടും റിവ്യൂസിനെ പറ്റിയിട്ടും ഈ OSMനെ പറ്റിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് കൂടുതലും സാർ പറയുന്നത്. അത് തന്നെ സാറ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു OSM അല്ലെങ്കിൽ ഈ ഒരു ഡിക്ലൈൻ, അതായത് ഇത്രയും % ഡിക്ലൈൻ ഉണ്ടാവാനായിട്ടുള്ള കാരണമായിട്ടുള്ള OSMനെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത്. ഇത്രയും ഡിക്ലൈൻ ആയിട്ടുള്ള ഒരു ഇത് കുട്ടികളിലും പേരൻസിലും ടീച്ചേഴ്സിലും വളരെ ആൻസൈറ്റി ഉണ്ടാക്കുന്നുണ്ട് എന്നും ഈ ഓവറോൾ % ഓഫ് 2025 എന്ന് പറയുമ്പോൾ 88.39 എങ്കിൽ 2026 വരുമ്പോൾ 85%, അതായത് ഓവറോൾ പാസിംഗ് % ആണ് പറയുന്നത് 85.20 എന്നും 2026 എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് അദ്ദേഹം വേറൊരു കാര്യമൊന്നും പറയുന്നതെന്ന് പറഞ്ഞാൽ ഡിക്ലൈനിന് ഏറ്റവും കൂടുതലും കാരണമാകുന്നത് ഈ ഇൻട്രൊഡക്ഷൻ ഓഫ് OSMഉം പിന്നെ ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത്, ലൈക്ക് ഫിസിക്സ് മാത്സ് അങ്ങനെയുള്ള വിഷയങ്ങൾ ടഫ് പേപ്പർ ഇട്ടതും ഇതിനൊരു കാരണമായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വേറൊരു കാര്യവും പറയുന്നുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിട്ടുള്ള JEE NEET പോലുള്ള പരീക്ഷകൾ ഉന്നത വിജയം നേടിയ കുട്ടികളുണ്ട്. അതായത് നല്ല ടോപ്പ് %, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് 98% കിട്ടിയ ഒരു സ്റ്റുഡൻറ്റിന് 67% ആണ് മാർക്ക് 12th വരും. സോ അതും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ലൈക്ക് JEE NEET പോലുള്ള പരീക്ഷകളിൽ ഹൈ റാങ്ക് മേടിച്ച കുട്ടികൾ ഒരു മിനിമം പാസിംഗ് മാർക്ക് പോലും മേടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഫെയിൽ ആയിട്ടുണ്ട് CBSE ക്ലാസ് 12. ഇത് കൺസിസ്റ്റൻസിയെയും കാലിബ്രേഷൻ ഓഫ് OSMനെയും ആണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഈ OSMഉം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ എറേഴ്സ് ഉണ്ടാവാതിരിക്കാനും ഒരു ട്രാൻസ്പെറൻസിക്കും വേണ്ടിയിട്ടാണ്. പക്ഷേ ലാർജ് സ്കെയിൽ ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്ന സമയത്ത് അതിന് കമ്പാഷനേറ്റ് ആയിട്ടും പിന്നെ ഒരു കാലിബ്രേറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നടത്തേണ്ടതെന്നും ഇത് ഒത്തിരിയും അതായത് ഫ്യൂച്ചറിലെ കുട്ടികളുടെ ഫ്യൂച്ചറിനെ വെച്ചിട്ടാണ് കളിച്ചത് എന്നും സാർ പറയുന്നുണ്ട്. അത് സത്യമാണ്. ഒരുപാട് പേർ തോറ്റുപോയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് 3ഉം 4ഉം വിഷയം തോറ്റുപോയിട്ടുണ്ട്. ഒരുപാട് പേര് ഇനിയും അടുത്ത വർഷം ഇത് എഴുതിയെടുക്കണം. അവരുടെ ഒരു വർഷം കഴിഞ്ഞു പോവുകയാണ്. ഇപ്പം ജൂലൈയിലാണ് നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാം, കമ്പാർട്ട്മെൻറ്റ് എക്സാം വരുന്നത്. പക്ഷേ ഈ ജൂലൈയിലെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴത്തേക്കും കോളേജുകൾ തീരും. ആൻഡ് ആ സ്റ്റുഡൻസ് അവരുടെ ഒരു ഫ്യൂച്ചർ നഷ്ടപ്പെടുത്തുകയാണ് CBSE ചെയ്യുന്നത് എന്ന് ഞാൻ പറയും. കാരണം ഇപ്പം തന്നെ നമ്മൾ ജയിച്ചിട്ടും നമുക്ക് നല്ല മാർക്ക് ഉണ്ടായിട്ട് പോലും കിട്ടുന്നില്ല. അപ്പം ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. സാർ ഇതിനെ നല്ല രീതിയിൽ തന്നെയാണ് അഡ്രസ്സ് ചെയ്തത്. പിന്നീട് സാർ പറയുന്നത് റീവാലുവേഷനെ പറ്റിയിട്ടാണ്. അതായത് കുറേ നമുക്ക് റീവാലുവേഷൻ നടത്തിയപ്പോൾ അല്ലെങ്കിൽ റീവാലുവേഷൻ്റെ സർക്കുലർ വന്നപ്പോൾ നമുക്ക് പൈസ റെഡ്യൂസ് ആക്കി. എന്നാലും അവർ പറയുന്നുണ്ട് മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു മാർക്ക് കൂടിയാലോ കുറഞ്ഞാലോ നമ്മൾ റീവാലുവേഷൻ ചെയ്ത് കിട്ടുന്ന മാർക്ക് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് വൺ ഓഫ് ദ ബെസ്റ്റ്, ഈ രണ്ടിലും ബെസ്റ്റ് ആയിട്ടുള്ള മാർക്കായിരുന്നു എടുക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. നിങ്ങൾ റീവാലുവേഷൻ ചെയ്ത് ഏത് മാർക്കാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് ഇത് മാർക്ക് കുറയുമോ എന്ന് സ്റ്റുഡൻസിൽ പേടിയുണ്ടാക്കി ആ സ്റ്റുഡൻസ് ഈ റീവാലുവേഷൻ ഡിസ്കറേജ് ചെയ്യും എന്നാണ് സാറ് പറയുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ക്ലാസ്സിലും പലരും വിചാരിക്കുന്നത് ഈ മാർക്ക് കുറയും, എനിക്ക് ഇത്രയും മാർക്ക് തന്നെ കിട്ടിയല്ലോ എന്ന് വിചാരിക്കുന്ന പലരും ഉണ്ട്. എനിക്ക് മാർക്ക് കിട്ടി, ഇനി ഇത് ചിലപ്പോൾ കുറഞ്ഞാലോ എന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. ഇപ്പം ഞാൻ പോലും വിചാരിക്കുന്നുണ്ട് എങ്ങാനും ഇതും OSM തന്നെയാണ് റീവാലുവേഷൻ ചെയ്യുന്നത്. ആ സമയത്ത് എന്തെങ്കിലും കുറയാനും കൂടാനും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം കുറയാം, ചിലപ്പോൾ കൂടാം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് റീവാലുവേഷൻ്റെ പോർട്ടലിനെ പറ്റിയിട്ട്. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഗ്ലിച്ചസും ആൻഡ് ഈ ഒരു ആൻസർ പേപ്പറിൻ്റെ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും എല്ലാം
റിപ്പീറ്റഡ് ക്രാഷസും പേയ്മെൻറ്റ് എറേഴ്സും പിന്നെ ലോഗിൻ ചെയ്യാൻ പറ്റാത്തതും പിന്നെ നമ്മൾക്ക് കുറേ ഡൗൺ ടൈമും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റിയും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. എനിക്ക് സംഭവിച്ച കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടും ഉണ്ടായിരുന്നു. എനിക്ക് സൈറ്റ് കിട്ടുന്നേ ഇല്ലായിരുന്നു. അതിനുശേഷം രാത്രി ഒരു 9:40 അതായത് 10 മണിയോട് അടുപ്പിച്ചാണ് എനിക്ക് സൈറ്റ് കിട്ടിയത്. ഞാൻ പേയ്മെൻറ്റ് വരെ ചെയ്തതും. ആൻഡ് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പല സ്റ്റുഡൻസിനും ഇന്നും സൈറ്റ് കിട്ടിയിട്ടില്ല. ഇന്നിപ്പോഴും ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചപ്പോൾ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇപ്പോഴും ആ ഒരു ഗ്ലിച്ചസും എറേഴ്സും ഇപ്പോഴും ഉണ്ട്. ആൻഡ് അദ്ദേഹം അതിനെ വളരെ വ്യക്തമായി ആ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹം നമ്മുടെ CBSE അതായത് മിനിസ്റ്ററിനോട് CBSEയോട് ഒരു ഇൻഡിപെൻഡൻറ്റ് അക്കാഡമിക് ആൻഡ് ടെക്നിക്കൽ റിവ്യൂ ഓഫ് OSM നടത്തണമെന്നും ഈ സബ്ജക്റ്റുകളിൽ ഹൈ ഇതുള്ള ആൻഡ് ഫെയിലിയർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകളിൽ പ്രത്യേകം ഒരു ശ്രദ്ധ നടത്തി ഒരു ഇൻഡിപെൻഡൻറ്റ് അക്കാഡമിക്സും ഒരു ടെക്നിക്കൽ റിവ്യൂവും നടത്തണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ സാറ് പറയുന്നത് പറഞ്ഞാൽ മോഡറേഷനും പിന്നെ നോർമലൈസേഷനും ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തിയ സമയത്ത് ഈ മോഡറേഷനും നോർമലൈസേഷനും നടത്തേണ്ടതായിരുന്നു എന്നും കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു പാസിംഗ് മാർക്കെങ്കിലും കൊടുക്കണമായിരുന്നു എന്നും അദ്ദേഹം ചിന്തിച്ചു. കാരണം ഞാനും വിചാരിച്ചു CBSE അങ്ങനെ വലുതായിട്ട് തോക്കുന്ന ചരിത്രം വളരെ കുറവാണ്. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ. പക്ഷേ ഇപ്രാവശ്യം പലരും തോറ്റു എന്ന് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു. പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ 85.20 കുറഞ്ഞു. അപ്പം അതിൽ നിന്ന് ഇത് മനസ്സിലാക്കാം. അതായത് കുട്ടികൾ പാസ്സായിട്ട് കൂടിയില്ല. നേരത്തെ മോഡറേഷനും ഈ പറഞ്ഞ പോലെ നോർമലൈസേഷനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല. ആൻഡ് ഹി ഓൾസോ സെഡ് ദാറ്റ് ടെക്നിക്കൽ ഗ്ലിച്ചസ് അതായത് ആപ്ലിക്കേഷൻ്റെ പോർട്ടലിൻ്റെ സ്റ്റെബിലിറ്റിയെ പറ്റിയും രജിസ്ട്രേഷനെ പറ്റിയിട്ടും പിന്നെ ആപ്ലിക്കേഷൻ്റെ ടൈം ലൈൻ നമുക്ക് വളരെ ചെറിയ ടൈമാണ് തന്നേക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയും അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ ലാസ്റ്റ് നിർത്തിയ ഒരു സെൻറ്റൻസ് ഞാൻ വായിക്കാം. The academic future of lakhs of young students stands at a delicate and decisive juncture. And he also wrote that urging the ministry to intervene with utmost urgency and sensitivity. So അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇതിൽ എല്ലാ വിഷയങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ച വിഷയങ്ങളെ പറ്റിയിട്ടും അദ്ദേഹം നല്ല വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ആൻഡ് ഇത് ഐ ഹോപ്പ് ഇത് വളരെ ഒരു ഇതായിട്ടുള്ളൊരു വിഷയമാവുമെന്നും. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ടു ജോൺ ബ്രിട്ടാ സാർ because you have done a really good thing. because ആരും ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നതിനെ പറ്റി ഒന്നും ഞാൻ കണ്ടില്ല. ആരും ഇതിനെപ്പറ്റി വലുതായിട്ട് നമ്മളുടെ കേരളത്തിൽ നിന്നും പ്രതികരിക്കുന്നത് ഞാൻ കണ്ടില്ല. ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ടു ജോൺ ബ്രിട്ടാ സാർ for helping all of us, for being a support for all of us. ഇതൊരു വലിയ കാര്യമാണ്. അതും യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനൊരു ലെറ്റർ, അതും നമ്മളുടെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മൊത്തം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും സാർ ഇത്രയും ചെയ്യുന്നത് താങ്ക്സ് എ ലോട്ട്. ഇത് എന്നും നമ്മൾ കടപ്പെട്ടിരിക്കും. വി വിൽ ഓൾ ബി ഗ്രേറ്റ്ഫുൾ ബിക്കോസ് ഇത് അത്രയ്ക്ക് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. ആൻഡ് കുട്ടികളുടെ പലരുടെയും ഫ്യൂച്ചർ ഇപ്പോൾ തന്നെയും ഒരു എന്താ പറയുന്നത്, ഫ്യൂച്ചർ ഇപ്പോഴും ഈ പറയുന്ന റീവാലുവേഷനിലൊക്കെയാണ്. ഇനി എങ്ങാണം റീവാലുവേഷനിൽ മാർക്ക് കിട്ടിയാൽ ചിലപ്പോൾ പാസ്സാവുന്നവർ വരെ കാണും. അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാവരുടെയും ഫ്യൂച്ചർ ഈ ഒരു മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു യു സർ ഫോർ ഹെൽപ്പിംഗ് us, for supporting us, for doing all these things. Sir, writing a letter to the Union Education Minister is like നമ്മളുടെ ഈ ഒരു ഇതിന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഐ എം റിയലി താങ്ക് യു സർ.